എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ക്ഷേത്രവും ആറ്റുകാൽ പൊങ്കാലയും ഏറെ പ്രസിദ്ധമാണ്. കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും ആയിരക്കണക്കിന് സ്ത്രീകൾ വ്രതനിഷ്ഠയോടെ പൊങ്കാലയിൽ പങ്കെടുക്കുവാനെത്താറുണ്ട്. ആണ്ടുതോറും പൊങ്കാലയിടുവാനെത്തുന്ന ഭക്തജനങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും 2 കിലോമീറ്റർ തെക്കുമാറിയാണ് ആറ്റുകാൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല ഗിന്നസ് ബുക്കിൽ ഇടം നേടിക്കഴിഞ്ഞു. കിള്ളിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് നിലവിലുള്ള കഥ ഇങ്ങനെ ചുരുക്കാം. ദേവീഭക്തനായ ഒരു കാരണവർ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം വർഷം തോറും ഭക്തിയോടും വ്രത അനുഷ്ഠാനങ്ങളോടും കൂടി ആറ്റുകാൽ നദിക്കരയിൽ വിശ്രമിക്കുമ്പോൾ അക്കരെ നിന്നും വള്ളത്തിലെത്തിയ മധ്യവയസ്സ് കഴിഞ്ഞൊരു സ്ത്രീ അദ്ദേഹത്തെ സമീപിച്ചു. വിശപ്പും ദാഹവും കൊണ്ട് ക്ഷീണിതയായ സ്ത്രീ മുല്ലവീട്ടിൽ കാരണവരെന്ന അദ്ദേഹത്തോട് ആഹാരം ചോദിച്ചു. കാരണവരുടെ പക്കൽ ഒന്നും ഉണ്ടായിരുന്നില്ല. സ്ത്രീയോട് അനുകമ്പ തോന്നിയ അദ്ദേഹം തൊട്ടടുത്ത വീട്ടിൽ ചെന്ന് അല്പം ആഹാരം ആവശ്യപ്പെട്ടു. രാവിലെ നടത്തിയ പൊങ്കലിന്റെ ശേഷിച്ച പായസച്ചോറ് വീട്ടുകാർ കാരണവരെ ഏൽപ്പിച്ചു. അദ്ദേഹം അത് ആ സ്ത്രീക്ക് നൽകി. അന്ന് രാത്രി കാരണവർക്ക് ഒരു സ്വപ്നദർശനമുണ്ടായി. താൻ പായസച്ചോറ് നൽകിയ സ്ത്രീ സാധാരണക്കാരിയല്ലെന്നും കൊടുങ്ങല്ലൂർ അമ്മയുടെ സഹോദരിയാണെന്നും ബോധ്യപ്പെടുത്തി. കാരണവർക്കൊപ്പം വടക്കു നിന്നെത്തിയ അവർക്ക് ആറ്റുകരയിൽ തന്നെ ആസ്ഥാനം നൽകണമെന്ന് ആവശ്യപ്പെട്ടതിനു ശേഷം ആ സ്ഥലം കാണിച്ചു കൊടുത്തു. അടുത്ത പ്രഭാതത്തിൽ തന്നെ കാരണവർ താൻ കണ്ട അപൂർവ സ്വപ്നത്തിന്റെ കഥ മറ്റുള്ളവരെ ധരിപ്പിച്ചു. ദേവിയുടെ നിർദ്ദേശാനുസരണം മറ്റുള്ളവരുടെ സഹായത്തോടെ ചെറിയൊരു ആലയം നിർമ്മിച്ച് അവിടെ ദേവിയെ സങ്കല്പിച്ച് പൂജകൾ തുടങ്ങി. കൂടിക്കാഴ്ചയിൽ അവർക്ക് നൽകിയ പായസച്ചോറ് തന്നെ പൂജാ നിവേദ്യമാക്കി. പ്രശ്നവിധിയിലും അങ്ങനെ തന്നെ തെളിഞ്ഞു. ലക്ഷോപലക്ഷം ഭക്തജനങ്ങളുടെ കാണപ്പെട്ട ദൈവമായി ആശ്രിത വത്സലയും അഭയാംബികയുമായി ആറ്റുകാലിൽ അമ്മ കുടികൊള്ളുന്നു.